ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞോ? ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ? രാവിലെ തൊട്ടേ മഴയാണ്. ഇപ്പോൾ കുറച്ച് ചെറിയതായിട്ട് മഴയൊന്ന് തോർന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. വിശേഷങ്ങളൊക്കെ ഉള്ളതൊക്കെ എൻ്റെ കൂട്ടുകാരെ കുറച്ച് ചെറിയായിട്ട് ഞാൻ അറിയിക്കും. രാവിലെ ഇവിടെ നിർത്താൻ പണിക്ക് പോകാമെന്നും പറഞ്ഞ് പോയതാ കൂട്ടുകാരെ. കണ്ടോ, പണിയില്ല. ഞാൻ രാവിലെ ഞാൻ പറഞ്ഞു ചേട്ടാ ഇന്ന് പണിയില്ല, പോകണ്ട, മഴയാ, പോകണ്ടെന്ന്. അത് കേൾക്കാതെ ഓടിയതാ. യോ എന്തോ രണ്ടുപേരും കൂടെ കുഞ്ഞിൻ്റെ കൈ കഴിക്കും ചേട്ടാ. അവളങ്ങനെ പിടിച്ചോണ്ട് നിൽക്കും, നിങ്ങളങ്ങനെ കൈ വെച്ചോണ്ട് നിന്നാ അതങ്ങനെ ഒരെണ്ണമാ. ഞാൻ ചെറുക്കനാണോ നിൽക്കുന്നു? അടിവെക്കല്ലേ രണ്ടുപേരും കൂടെ. അയ്യോ, ഇപ്പോൾ കുളിയടാ തോട്ടിപ്പോയി. എല്ലാവരും വന്ന് ചേട്ടൻ്റെ കവറിൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കി നിൽക്കുക. ഏട്ടൻ വന്നപ്പോൾ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നു, സ്പ്രൈറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു, ചിക്കൻ പൊടി വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ അത് കറി വെക്കട്ടെ. ഞാനും ബാവച്ചും തന്നെ ഉള്ളായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ചോറും കറിയും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ കറിയും ചോറും വെക്കട്ടെ. കറിയും ചിക്കൻ കറിയും വെച്ച് കപ്പയും പിഴുങ്ങാം. അപ്പോഴും കൂട്ടുകാരെ, ആദ്യം നമുക്ക് അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ നമുക്ക് അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് നല്ലതായിട്ടൊന്നും മുറിച്ചെടുക്കുന്നില്ല, ഒന്ന് വഴറ്റിയെടുക്കണം. പൊടിയാതിരിക്കാനെ കൊണ്ട് ഒന്ന് വഴറ്റിയെടുക്കണം, അത്രേ ഉള്ളൂ. നല്ലതായിട്ട് വറുത്ത് കോരിയെടുക്കാൻ ഉള്ള എണ്ണ ഇല്ല, അതുകൊണ്ട്. പിന്നെ അല്ലെങ്കിൽ നമ്മളൊന്ന് വഴറ്റിയിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല വിട്ടൻ, അല്ലെങ്കിൽ അങ്ങ് പൊടിയും ചിക്കൻ അങ്ങ്. കറി വിളമ്പാൻ നേരത്തെ എല്ലാം പൊടിഞ്ഞ് കിടക്കും. അപ്പം നമുക്ക് ഞാനിതിനകത്തിൽ പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ പൊടി ഇത്രേ ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പിലയും കൂടെ ഒക്കെ ഇട്ട് ഇളക്കി വെച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ഞാൻ ഇട്ടില്ല. ഇനി നമുക്ക് ഉള്ളി വഴറ്റുമ്പോൾ അതിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പിലയൊക്കെ ഇടാം. പിന്നെ നമുക്ക് 2 സവാള വൃത്തിയാക്കണം. 2 മതി, ഇതൊന്നും വേണ്ട. വൃത്തിയാക്കിയിട്ട് വേണം. ഇഞ്ചി പറിക്കാൻ വന്നപ്പോഴാണ് കണ്ട കൂട്ടരുതേ ഒരു വഴുതനങ്ങ. അത് മണ്ണിൽ പറ്റി അത് ചാഞ്ഞ് കിടന്നിട്ട് ഇതിൻ്റെ ഭാരം കൊണ്ട് അത് ചാഞ്ഞ് കിടന്നെന്ന് തോന്നുന്നുണ്ട്. ഇനി ഒരു കമ്പ് നാട്ടി കൊടുക്കണം. നമുക്ക് ഇഞ്ചി ഇരിപ്പില്ല എടുത്തത് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ എങ്ങാണം ഉണ്ടെങ്കിൽ ഒരു ഇച്ചിരി എടുക്കണം. എടുത്ത് വെച്ചിരുന്ന തീർന്ന്. ഇന്നാളി എൻ്റെ മരുമോള് ഒരു മാന്തി ഇവിടുന്ന് എല്ലാം പറക്കി അവൾ കഴുകി പറക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതാണ്. പിന്നെ അത് ഞങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല. അതില്ലെന്ന് തോന്നുന്നു. എത്തണ്ടോ ഇപ്പോഴത്തേക്ക് ഒരു കഷ്ണം എടുത്ത് അവളിവിടെ ഉണ്ടെങ്കിൽ അതൊക്കെ വാരിപ്പറക്കി എടുത്ത് മാറ്റി വെക്കും. ഇങ്ങനെ ഇരിക്കട്ടെ. നട്ട് വെക്കണം. വെളിയിൽ നല്ല മഴയാണ് കൂട്ടുകാരെ. നമുക്ക് ചിക്കൻ അവിടെ ഇരുന്ന് റെഡി ആവട്ടെ.
നമുക്കപ്പുറത്ത് കുറച്ച് കേക്ക് കഴിക്കാം. ഇത് കഴിഞ്ഞ ദിവസത്തെ ബർത്ത്ഡേക്ക് പോയെന്ന് പറഞ്ഞില്ലേ, അപ്പം കിട്ടിയില്ല. അമ്മ കൊടുത്തു വിട്ടത്, അവൾ മോള് വന്നില്ലായിരുന്നു. അപ്പോൾ അമ്മ അവൾക്കുള്ളത് ഒരു പാത്രം നിറച്ച് കൊടുത്തു വിട്ടതാണ്. അവൾ കുറച്ചേ കഴിച്ചുള്ളൂ. അപ്പോൾ തൊട്ട് ഞാനും ഏട്ടനോ കഴിക്കുന്നു. നൈറ്റ് ആയതുകൊണ്ട് അപ്പം വന്നിട്ട് കിടന്ന് ഉറങ്ങും കഴിച്ചിട്ട്. കേക്ക് തിന്നാനങ്ങ് മടിക്കും. ഞാൻ ബർത്ത്ഡേ കേക്ക് കൂട്ടുകാർക്ക് പിള്ളേരെ ഇതിൻ്റെ മണ്ടക്കെല്ലാം മിനുക്കം പൊട്ടിച്ചു. ഇതുണ്ടോ ആ മിനുക്ക പേപ്പറാ. മുന്നും പിന്നും മാന പിന്നും മിനുക്കം. ബാക്കിയൊക്കെ വെച്ചേക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ വെന്തു. കപ്പ പുഴുങ്ങിയത് നമ്മുടെ ചേട്ടൻ കഴിക്കാനെടുത്ത് കപ്പയും കറിയും. ഓ എന്തൊത്തൊരുമയുള്ള രണ്ട് കുഞ്ഞുങ്ങളും. കണ്ണ് തുറന്ന് കണ്ടാൽ ഇതുങ്ങൾ തമ്മിൽ അടിക്കുക. എന്തോ ഒരു ഇതിലങ്ങ് ഉറങ്ങിപ്പോയതാ. ഇല്ലെങ്കിൽ കൊച്ചവന് ചെന്ന് വലിയവനെ പിച്ചുകയും മാന്തുകയും അടിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. എന്തോ ഭാഗ്യത്തിൽ രണ്ടുകൂടെ അനങ്ങാതെ കിടന്ന് ഉറങ്ങുന്നത്. എന്തോ പറ്റിയോ എന്തോ.